ഹായ് മേഡം, നിങ്ങൾക്കൊരു കൊറിയർ ഉണ്ട്. നമ്മുടെ അനാഥാശ്രമത്തിലും അഡ്രസ് ഒക്കെ ഉണ്ടോ? കൊറിയർ ആർക്കാ വന്നത്? ഗീത എന്ന പേരിലാണ് വന്നിരിക്കുന്നത് മേഡം. ആദ്യം ഇതിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. എടോ സത്യം പറ, ആരാ ഇത് തന്നെ? പാർസൽ എവിടേക്ക് അയക്കുന്നത്? അമ്മ അനാഥാശ്രമത്തിലേക്കാ. ഇതിൽ എന്താ ഉള്ളത്? തുണിയ. അവിടെയുള്ള ഗീത എന്ന പെൺകുട്ടിയുടെ അടുത്ത് കൊടുത്താ മതി. 500 രൂപയാവും. കാശിന് വേണ്ടി താൻ എന്തു ചെയ്യോ? സോറി മേഡം, ആ ബോക്സിൽ കുഞ്ഞാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഡ്രസ്സാന്നാ പറഞ്ഞ്. നമസ്കാരം ഗീത, എന്റെ പേര് വിവരമില്ലായ്മ. ഈ ലെറ്റർ എഴുതിയതിന് എന്നോട് ക്ഷമിക്കണം. ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചതുകൊണ്ട് എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു. ഭർത്താവ് ഉപേക്ഷിച്ചതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഭാരാകണ്ടെന്ന് കരുതി ഞാൻ മരിക്കാൻ തീരുമാനിച്ചു. എന്റെ കുഞ്ഞിനെ കൊല്ലാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ദയവ് ചെയ്ത് എന്റെ കുഞ്ഞിനെ നന്നായി നോക്കി വളർത്തണം. നന്ദിയോടെ, ഭാഗ്യഹീനയായ ഒരമ്മ. അവള് വേണമെന്ന് വെച്ചായിരിക്കും കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് അയച്ചത്. നമുക്ക് ഈ കുഞ്ഞിനെ ഇവിടെ തന്നെ വളർത്താം. ഈ കുഞ്ഞ് നമ്മളെപ്പോലെ ആരുമില്ലാത്ത അനാഥയല്ല. അവൾക്ക് അച്ഛനും അമ്മയുണ്ട്. അവളുടെ അമ്മയെ കണ്ടെത്തി അവളുടെ അച്ഛനെ മനസ്സിലാക്കിപ്പിച്ച് ഇവളെ നമുക്ക് അവരെ ഏൽപ്പിക്കാം. വാ. എവിടെ? പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. നീ ഞങ്ങളുടെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വാ. സോറി മേഡം, എനിക്ക് അർജന്റായി കുറച്ച് ഡെലിവറി ഉണ്ട്. അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരാം. വാ, നമുക്ക് പോവാം. സർ പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഈ കുഞ്ഞിന്റെ അച്ഛനമ്മയും കണ്ടുപിടിക്കാൻ. ഒരു കാര്യം പറയാം, ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ആരാന്ന് അറിഞ്ഞൂടാ. ഒരു കുട്ടിയെ മാത്രം വെച്ചോണ്ട് അതിന്റെ അമ്മ ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അവനെ പറ്റി എന്തെങ്കിലും വിവരം ലഭിച്ചാൽ ഞാൻ ഉടനെ ഇൻഫോം ചെയ്യാം നിങ്ങൾക്ക്. അതെ, തന്റെ കയ്യിൽ കൊച്ചിനെ ഏൽപ്പിച്ച സ്ത്രീ ഇവരാണോ? അതെ സാറേ, ഇവരെ എന്റെ കയ്യിൽ ഈ കുഞ്ഞിനെ തന്ന. എടാ കുരുത്തം കെട്ടവനെ, നിന്റെ ഭാര്യ കാണാനില്ലെന്നല്ലേ പറഞ്ഞ്? പോയി കണ്ടുപിടിക്കാൻ നോക്കാതെ നീ ഇവിടെ ഇരുന്ന് കുടിക്കുക. ആൺകുട്ടിയാണെങ്കിൽ കാർ എടുത്തു കൊണ്ടുപോയിട്ട് കൂട്ടിട്ട് വരുമായിരുന്നു. പെൺകുട്ടിയല്ലേ, എനിക്കതൊന്നും ആവശ്യമില്ല. നീ അവളുടെ മോന്ത പോലും നോക്കണ്ട. ഇനി ഈ ജന്മത്തെ നിനക്ക് കാണാനും പറ്റില്ല. ആരാ മക്കളെ നിങ്ങള്? ഇത് നിങ്ങളുടെ പേരക്കുട്ടിയാ. എന്താ മോളെ പറയുന്നത്? ഇതെന്റെ പേരക്കുട്ടിയാന്നോ? എടാ രംഗ, ഇത് നിന്റെ കുട്ടിയത്രേ. അതിനടുത്ത് ആ വേസ്റ്റ് തൊട്ടിയിലിടും. എന്നെ അടിക്കല്ല വേണ്ട, കൊല്ലണം. നിന്റെ പോലുള്ള ആൾക്കാരാണ് പെൺകുട്ടികളെ മനസാക്ഷിയില്ലാതെ ചവിട്ടുകൊട്ട് കയറിയുന്നത്. സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ മനസ്സില്ലാതെ അവൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഈ കുഞ്ഞിന്റെ അമ്മ. കുരുത്തം കെട്ടവനെ, പെൺകുട്ടികളുണ്ടായ വീട്ടിൽ ലക്ഷ്മി വന്ന് കേറുന്ന പറയാ. നീ ഇത്രയ്ക്ക് ദുഷ്ടനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ വയറ്റി വെച്ചെന്നെ നിന്നെ ഇല്ലാതാക്കിയേനെ. നിന്നെ പോലുള്ളവന്മാരെ അകത്തിട്ട് 2 ചാർത്തിയാർത്തിയാലേ ശരിയാവുള്ളൂ. വേണ്ട സർ, ഒരു പെൺകുഞ്ഞ് അനാഥയായി വളരുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു തെറ്റ് ചെയ്യരുത് പ്ലീസ് ഒരു സർ. പ്രാവശ്യം FIR എഴുതി കഴിഞ്ഞാ അത് മാറ്റാൻ വലിയ പാടാ. പറ്റുമെങ്കിൽ ഇവള് തന്നെ അവനെ ബെയിലെടുക്കാന്ന് പറഞ്ഞു. അവനെ ഒന്ന് വിട്ടേക്ക് സർ പ്ലീസ്. ഓക്കേ, എന്നോട് ക്ഷമിക്കണം. എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കി. എന്റെ മോളെ ഞാൻ എന്റെ ജീവനെ പോലെ കാണും. കുഞ്ഞിനെ നമ്മൾ കൊടുത്തില്ലേ, ഹാപ്പി ആയിട്ടിരിക്കെ. ഇപ്പോഴെന്താ വല്ലാതിരിക്കുന്നത്? ഇല്ല വാണി, ഇതുപോലെയുള്ള ഒരുപാട് കൈക്കുഞ്ഞുങ്ങൾ ഹോസ്പിറ്റലിലും റെയിൽവേ സ്റ്റേഷനിലും അഴുക്ക് ചാലിലും അവരുടെ കുറ്റം കൊണ്ടല്ലാതെ മരിച്ചു പോകുന്നുണ്ട്. അവർക്കെല്ലാം വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എന്ത് ചെയ്യാന്നാ?